മൈഗ്രെയിൻ എന്താണ്? അടിക്കടിക്ക് വരുന്ന തലവേദന 4 മണിക്കൂർ മുതൽ ഏകദേശം 1-2 ദിവസം വരെ നീണ്ടു നിൽക്കത്തക്ക പാകത്തിനുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ അത്രമാത്രം ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിൽ വരുന്ന തലവേദനയാണ് മൈഗ്രെയിൻ എന്ന കാറ്റഗറിയിൽ വരുത്തുക. മൈഗ്രെയിൻ ഓരോ വ്യക്തികളിലും ഓരോ തരത്തിലായിരിക്കും വരിക. കണ്ണ് തുടിക്കുക, അല്ലെങ്കിൽ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലത്തെ ഒരു ഫീൽ വരിക, ചുറ്റുവട്ടമുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകളൊക്കെ കാണുമ്പം ഒരു അസ്വസ്ഥത തോന്നുക. ഇതെല്ലാം മൈഗ്രെയിന് മുമ്പ് വരാവുന്ന ഒരു ഓറയാണ്. ഇത് കഴിഞ്ഞ് മൈഗ്രെയിൻ വരും എന്നുള്ളൊരു ഉറപ്പ് ആ ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പൊ ഇതിനെയാണ് മൈഗ്രെയിൻ വിത്ത് ആൻ ഓറ ഒരു ക്ലാസിഫിക്കേഷനും മൈഗ്രെയിൻ വിതൗട്ട് ഓറ ഒരു കാരണവും ഒരു ലക്ഷണവും ഒന്നും കാണിക്കാതെ പെട്ടെന്ന് ഒരു തലവേദന വരുന്നു. മൈഗ്രെയിൻ എന്ന തലവേദനയ്ക്കും ഒരു ട്രിഗറിങ് ഫാക്ടർ ഉണ്ടാവും. ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ല, അതായിരിക്കാം ട്രിഗറിങ് ഫാക്ടർ ആയിട്ട് വരിക. പലപ്പോഴും കുറെ അധികം നേരം വെയിൽ കൊള്ളുക എന്നുള്ളതായിരിക്കാം ഒരു ട്രിഗറിങ് ഫാക്ടർ. ഇത്തരത്തിലാണ് മൈഗ്രെയിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് വരിക. ചില പെൺകുട്ടികളിൽ ആർത്തവത്തോടനുബന്ധിച്ചായിരിക്കും മൈഗ്രെയിൻ വരിക. ചെറുതായിട്ട് ചില കാര്യങ്ങൾ ചെയ്താൽ മരുന്ന് ഉപയോഗിക്കാതെ തന്നെ ഒരു ചെറിയ ആശ്വാസം കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ കണ്ണിന്റെ സ്ട്രെസ്, ഗാഡ്ജറ്റ്സിന്റെ യൂസ്, നമ്മൾ ഫോൺ കാണുന്നു, കുറെ നേരം TV കാണുന്നു, ഇത്തരത്തിലെ ട്രിഗറിങ് ഫാക്ടേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡീഹൈഡ്രേഷൻ മൈഗ്രെയിന് വലിയൊരു ട്രിഗറിങ് ഫാക്ടറാണ്. അപ്പോൾ മൈഗ്രെയിൻ വരുന്ന വ്യക്തികൾ ഒരു വിദഗ്ധമായ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് ലക്ഷണങ്ങൾക്കൊത്ത ചികിത്സ തേടുക തന്നെ ചെയ്യണം.